ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1990. ഇന്ന് ജൂൺ മാസം 12-ാം തീയതി 163-ാമത്തെ ദിവസത്തിലെത്തി. യേശു പോലും പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടിരുന്നു. അതും സ്നാനമൊക്കെ ഏറ്റ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാനിൽ നിന്ന് മടങ്ങുന്ന സന്ദർഭം. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ അവസാനം ആ സ്നാനത്തെക്കുറിച്ച് പരാമർശമുണ്ട്. 4-ാം അധ്യായത്തിന്റെ ആരംഭത്തില് യോർദാനിലേക്ക് മടങ്ങിയ യേശുവിനെ കുറിച്ച്. പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചെന്നാ പറയുക. പിന്നീട് നമുക്ക് ഒട്ടും അങ്ങോട്ട് ദഹിക്കാത്ത, രുചിക്കാത്ത, ഉൾക്കൊള്ളാനേ പറ്റാത്ത വചനമാണ്. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചിരുന്നില്ല. അവിടെ 40 ദിവസവും പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. പരീക്ഷകളും പ്രലോഭനങ്ങളും അതിങ്ങനെ സുലഭമാണ്. ആരും അതിന് അതീതരല്ല. എന്തുമാത്രം ജാഗ്രതയും എന്തുമാത്രം ഏകാഗ്രതയും സമർപ്പണവും സമചിത്തതയുമൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട്, നിലനിൽക്കാനായിട്ട് ഓരോരുത്തർക്കും ആവശ്യമുണ്ട്. എന്തൊരു സ്ട്രഗിളാണ് ഈ നന്മ തിന്മകളുടെ മധ്യത്തിൽ പെട്ടുപോകുന്ന ഏതൊരാളുടെയും അവസ്ഥ. ഏതൊരാളുടെ ഉള്ളില് നന്മ പോലെ തന്നെ തിന്മയ്ക്കും ചില സാധ്യതകളുണ്ട്. എങ്ങോട്ടൊക്കെ നമ്മൾ ചാഞ്ഞു പോകുമോ, ഒടുവിൽ അങ്ങോട്ട് തന്നെ വീഴുമെന്നും നമുക്കറിയാം. തിയറികളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നാലും ഈ പ്രലോഭനങ്ങളെ, പരീക്ഷകളെ ഒന്ന് അതിജീവിപ്പാനായിട്ട് ആ കൃത്യനേരത്ത് മിക്കവാറും നമ്മൾ പതറിപ്പോകുന്നുണ്ട്, പരാജയപ്പെട്ടു പോകുന്നുണ്ട്. പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട യേശുവിനെ തന്നെയാണ് ഒന്നും കൂടി ഒന്ന് ധ്യാനിക്കേണ്ടത്. അതിനെ മറികടക്കാനായിട്ട് യേശു എന്തുമാത്രം സ്ട്രെയിൻ എടുത്തിട്ടുണ്ടാവും. ഭംഗിയായി പിശാചിനെ പരാജയപ്പെടുത്തി പായിച്ചെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ വിട്ടുപോകുന്നുണ്ട്. എന്താണ്? തൽക്കാലത്തേക്ക് മടങ്ങിയെന്നാ പറയുക. കുറെ കാലത്തേക്ക് അവനിൽ നിന്ന് അകന്നു നിന്നു എന്ന് ഇതേ അധ്യായത്തിന്റെ 13-ാമത്തെ വചനത്തിലേക്ക് എത്തുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ പ്രലോഭനങ്ങൾ, ഈ ഒരു പരീക്ഷകള് വീണ്ടും കുറെ കൂടി ശക്തി പ്രാപിച്ച് മടങ്ങി വരാം. അതുകൊണ്ട് തന്നെ ഒരു നേരവും ജാഗ്രത കൈവിടാതിരിക്കുക. വീണുപോയാലും അവിടെ നിന്ന് വേഗം എണീക്കാനായിട്ട് പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. ആമേൻ.